നമസ്കാരം. ഇന്നത്തെ വീഡിയോ കോസുമി ഐലൻഡിൽ നിന്നും ബാങ്കോക്കിലേക്കുള്ള യാത്രയാണ്. ബോട്ടിലാണ് യാത്ര. കോസുമി ഐലൻഡിൽ നിന്ന് ബോട്ടിൽ കയറിയിട്ട് മെയിൻലാൻഡിലേക്ക്, അവിടെ നിന്ന് സൂറത്താണി എയർപോർട്ടിലേക്ക് റോഡ് മാർഗം സൂറത്താണി എയർപോർട്ടിലേക്ക് എത്തുന്നു. സൂറത്താണി എയർപോർട്ടിൽ നിന്ന് ബാങ്കോക്കിലേക്ക്. ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂറത്താണിയിലേക്കുള്ള ബോട്ട് മാർഗമുള്ള യാത്ര, ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് മാർഗമുള്ള യാത്ര, പിന്നെ അന്ന് രാത്രി ബാങ്കോക്കിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കോസുമോയ ഐലൻഡിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഫെറി ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നിപ്പോൾ ബോട്ട് കയറാൻ വന്നേക്കുന്നത്. ഞാനും ബിബിൻ്റെ വൈഫ് ഐശ്വര്യ എല്ലാം അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഐശ്വര്യയുടെ ബാഗിനെ കുറിച്ചാണ് ചർച്ച മുഴുവൻ. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. പിന്നെ ഈ ഫെറിയിലേക്ക് ഈ വാഹനങ്ങൾ കയറ്റുന്ന ഭാഗമൊക്കെ ഒരു രസമുള്ള കാഴ്ചയായിരുന്നു. വരുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ അതിൽ കയറിയത് കൊണ്ട് അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ബോട്ട് വരാൻ അല്പം സമയമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് നടന്നു. അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ. എങ്കിൽ തന്നെയും ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഫെറി സ്റ്റേഷനിൽ ഇങ്ങനെ നടന്ന് കണ്ടു. ഇവിടുത്തെ കാഴ്ചകൾ, ഈ ഫെറി സ്റ്റേഷനിൽ പുതിയ ഡോക്കിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അല്പം ജീർണിച്ചതായിട്ട് തോന്നുന്ന ഒരു ലഗേജ് കയറ്റുന്ന അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ കയറ്റുന്ന ഒരു സ്ഥലവും കൂടെ ഇതിൽ കാണാൻ പറ്റി. ഞങ്ങൾ പോകുന്നത് അധികം വലുപ്പമില്ലാത്ത ഒരു ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് യാത്രക്കാരെ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത്. ഏകദേശം യാത്രക്കാരൊരു 10-40 യാത്രക്കാരാകുമ്പോഴേക്കും ഞങ്ങളുടെ ബോട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. നീല കളറിലുള്ള വെള്ളമായിരുന്നു. കുറച്ച് ദൂരം കഴിയുമ്പോൾ പച്ച നിറത്തിലേക്ക് മാറി. പിന്നീട് കടലിലെ കാഴ്ചകളാണ്. നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള അതേ കാഴ്ചകളാണ്. പിന്നീട് വരുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളല്ലാതെ കുറേ ഐലൻഡ് പോലെ അല്ലെങ്കിൽ ഒരു കുന്നുകളായിട്ട് കാണുന്ന, കടലിൽ കുന്നുകളായിട്ട് നിലനിൽക്കുന്ന കുറേ പാറക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ കുന്നുകളോ തന്നെയാണ് കണ്ടിട്ടുള്ളത്. രസമുള്ള കാഴ്ചകളായിരുന്നു. ഈ ഐലൻഡിൽ നിന്ന് യാത്ര പറയുകയാണെന്നുള്ള ബോധം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കണ്ടു മതിയാവാത്ത വിധം ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരുപക്ഷെ കുറച്ച് ദൂരം കൂടി കഴിയുമ്പോഴേക്കും പച്ച നിറത്തിലുള്ള വെള്ളം വീണ്ടും നീല നിറത്തിലേക്ക് മാറി. ആഴത്തിനനുസരിച്ചാണെന്ന് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ നിറം മാറുന്നത്. പിന്നീട് കുറച്ചും കൂടെ ആഴമാവുമ്പോൾ വെള്ളത്തിൻ്റെ നിറം നീലയായിട്ടാണ് കാണുന്നത്. ഇതൊരു 2 നിലകളുള്ള ബോട്ടാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട് മുകളിൽ തന്നെയാണ് ഇരുന്നത്. പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോവുകയാണെന്നുള്ളൊരു ബോധം ഉള്ളിലുള്ളത് കൊണ്ട് തുടരെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രാവൽ ഏജൻറ്റ് തരുന്ന കൂപ്പണാണ് നമ്മൾ ഈ ഫെറി സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ സ്റ്റേഷൻ മാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ ടിക്കറ്റ് തരുന്നതിൻ്റെ കൂടെ നമ്മുടെ ഉടുപ്പിൽ ഒട്ടിക്കാനായിട്ട് ഒരു സ്റ്റിക്കർ തരും. ആ സ്റ്റിക്കറിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം, അതായത് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 16:15 ആയിരുന്നു. ആ 16:15 എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജ് പോലത്തെ സ്റ്റിക്കർ നമ്മുടെ ഉടുപ്പിലേക്ക് ഒട്ടിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ സൂറത്താണിയിലേക്ക് പോകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടിയിലെ ഡ്രൈവർക്ക് നമ്മൾ ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ടെർമിനൽ ഏതാണെന്നൊക്കെ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് എഴുതി ഒട്ടിക്കുന്നത്. അതൊരു നല്ലൊരു രീതിയായിട്ട് തോന്നി. ഒരു കണക്കിൽ തായ്ലൻഡിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിടുന്നതായിരിക്കും നന്നാവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ പരിസരത്തിലുള്ള തായ്ലൻഡിലുള്ള ആളുകൾക്കോ ഇംഗ്ലീഷ് വളരെ ചുരുക്കേ അറിയുള്ളൂ. നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവരിൽ എത്തിപ്പെടാൻ വലിയ പാടാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കറും നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസിലി നമ്മളെ അവിടെ എത്തിക്കാൻ കഴിയും. കടലിലെ കാഴ്ചകളും ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് സമയം പെട്ടെന്ന് പോയി. വളരെ പെട്ടെന്ന് തന്നെ കരയിലെത്തിയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ ഞങ്ങളെ കാത്ത് വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കുറേ അധികം പേര് എയർപോർട്ടിലേക്കുള്ള ആളുകളുണ്ടായിരുന്നു. സൂറത്താണിയിലെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഏകദേശം നമ്മുടെ മെട്രോ സ്റ്റേഷനൊക്കെ പോലെയാണ്. പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ടാത്തതുകൊണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള 2 ചെക്കിങ്ങും മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ചെക്കിങ്ങിനൊന്നും അതിനും മാത്രമുള്ള സീരിയസ്നെസ് അവർ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ബാങ്കോക്കിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാങ്കോക്കിലേക്ക് യാത്രയായി. പിന്നീട് ആകാശ കാഴ്ചകളായിരുന്നു. ജിഷ്ണയ്ക്ക് വിൻഡോ സീറ്റിലിരുന്നിട്ട് താഴത്തുള്ള കാഴ്ചകൾ കാണുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപക്ഷെ യാത്ര കംപ്ലീറ്റ് ആകുന്നവരെ ഈ ജനാലയിൽ നിന്നൊന്നും കണ്ണെടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. മേഘങ്ങളുടെ കാഴ്ചയും താഴത്തെ കുഞ്ഞു പ്രദേശങ്ങളുടെ കാഴ്ചയൊക്കെ ആയിട്ട് അത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ജിഷ്ണയ്ക്ക് വിൻഡോ സീറ്റിലിരുന്നിട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന വിമാനം ഇറങ്ങുന്നതിൻ്റെ നിഴൽ
മണ്ണിൽ കാണുമ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊരു പരിധിവരെ ഇന്നത്തെ യാത്രയിൽ സാധിച്ചു എന്ന് വേണം പറയാൻ. വളരെ പ്ലാൻ ചെയ്തിരുന്നു ആളത് ഈ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ. ഒരുപക്ഷെ അത് ഏറെക്കുറെ നടന്നു എന്ന് വേണം പറയാൻ. ബാങ്കോക്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഫോർമാലിറ്റികളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്രയായി. ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഈ ടൗണിൻ്റെ കാഴ്ചകൾ ദൂരെ വണ്ടിയിലിരുന്ന് കാണാനാണ് കഴിഞ്ഞത്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു മെഡിസിൻ പഠിക്കുന്ന ആളാണ്. ആൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഈ ജോലി കൂടെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ദൂരെ കാണുന്ന 3 തലകളുള്ള ആന, അത് അവിടുത്തെ മ്യൂസിയമാണ്, വളരെ പ്രധാനപ്പെട്ട മ്യൂസിയം ആണെന്നാണ് പറഞ്ഞത്. അത് ആവുമെങ്കിലൊന്ന് പോയി കാണണം, ഭംഗിയുള്ള കാഴ്ചകളാണ്, കൗതുകമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ആ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് മറന്നുപോയി എന്ന് വേണം പറയാൻ. ബാങ്കോക്കിലെ മറ്റു കാഴ്ചകളുടെ കൂടെ ഈ മ്യൂസിയത്തിൻ്റെ കാര്യം മറന്നുപോയി. അതുപോലെ ഫെൻസിംഗ് ഉള്ള റോഡിലൂടെ ആയിരുന്നു യാത്ര. അതുകൊണ്ട് ആനയുടെ മുൻവശവും ആനയുടെ 3 തലകളുള്ള ഭാഗമൊന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. നഗരത്തിലെ മിക്ക ബിൽഡിങ്ങുകളും, ഉയരം കൂടിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം ഒരു പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് വളരെ എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ ബാങ്കോക്ക് പാലസ് ഹോട്ടലിലേക്ക് എത്തി. 99% ഇന്ത്യക്കാർ താമസിക്കുന്ന ഹോട്ടലാണ് പ്രത്തുനം മാർക്കറ്റിൽ. പക്ഷേ വളരെ സമ്മിശ്രമായ ഒരു അനുഭവമാണെന്ന് വേണം പറയാൻ. ഇന്ത്യക്കാരോടുള്ള അവരുടെ പെരുമാറ്റം അല്പം മോശമാണെന്ന് വേണം പറയാൻ. രാത്രിയിൽ മാർക്കറ്റൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങി, ചെറിയൊരു ഷോപ്പിംഗ്. അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത പല കൗതുക കാഴ്ചകളും അല്ലെങ്കിൽ അശ്ലീല കാഴ്ചകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ബാങ്കോക്കിൻ്റെ രാത്രി കാഴ്ചകൾ. തെരുവ് കച്ചവടം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ, അങ്ങനെയുള്ള പല പല കാഴ്ചകളാണ്. രാത്രി ഒരു 10-11 നോർമലായിട്ടുള്ള കച്ചവടങ്ങളെല്ലാം ഈ തെരുവിൽ നിന്ന് അപ്രത്യക്ഷമാവും. അതിനുശേഷം ഈ തെരുവ് ഒരു ചുവന്ന തെരുവായി മാറുന്നോ എന്നൊരു സംശയമുണ്ട്. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ടുള്ള ആളുകളും വ്യാപാരികളായിട്ട് നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചകളാണ് പിന്നീടുള്ളത്. ഒരു 11 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നീട് ഇതിൻ്റേതായിട്ടുള്ള ഏരിയകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഏജൻസിൻ്റെ ഒരു വിഹാര കേന്ദ്രമായിട്ട് ബാങ്കോക്ക് നഗരം മാറുന്നുണ്ട്. ഈ രാത്രി ഇരുട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബിയർ പാർലറുകളും അല്ലെങ്കിൽ ബാറുകളും മസാജ് സെൻ്ററുകളും ഒക്കെ ഒരു സെക്സ് ടൂറിസത്തിൻ്റെ ഹബ്ബുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് പകൽ സമയത്ത് വളരെ ശാന്തമായ ഒരു നഗരമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രത്തുനം മാർക്കറ്റിൻ്റെ ഏരിയയിൽ വളരെ രസകരമായിട്ട് തോന്നുന്നത് ഒരു ഇന്ത്യ കോപ്പി ചെയ്ത് വെച്ച പോലെയുണ്ട്. അതായത് മാൽഗുഡി എന്നൊക്കെ പേരുള്ള കടകൾ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രതിമകൾ, ഗാന്ധിയുടെ പ്രതിമകൾ, അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ധാബകൾ, അങ്ങനെ ഈ പ്രത്തുനം മാർക്കറ്റിൻ്റെ ഏരിയ മുഴുവനായിട്ടൊരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം പോലെ തോന്നും. അതുപോലെ ബാങ്കോക്കിൽ കുറച്ചധികം ദിവസം യാത്രയ്ക്ക് വന്നിട്ടുള്ള ആളുകൾ ഇന്ത്യൻ ഫുഡ് വേണമെന്ന് തോന്നിയിട്ട് അന്വേഷിച്ച് കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പ്രത്തുനം മാർക്കറ്റ്. കാര്യം ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡായാലും സൗത്ത് ഇന്ത്യൻ ഫുഡായാലും ഒക്കെ അതിന് ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇത്രയും കാഴ്ചകളോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ബാങ്കോക്കിൻ്റെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്